നമസ്കാരം, ഞാൻ മൃണാൾ. അതിരാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഡ്രൈവ് ചെയ്യായിരുന്നു. ഒരു മസാല ദോശ വേറെ സ്ഥലത്ത് പോയി കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നിസ്സാരമായിട്ടൊരു പൂരിയും കുറച്ച് വടയും ഉണ്ടായിരുന്നു. അത്രേ കഴിച്ചുള്ളൂ. എനിക്ക് എന്നെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിച്ച്, അടുത്ത കടയിൽ വന്ന് കുറച്ച് കഴിച്ച്, അതിനടുത്ത കടയിൽ പോയി കുറച്ച് കഴിച്ച്, ഇതാണ് പ്ലാൻ. എത്രത്തോളം കടകളിലേക്ക് കയറി ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. എനിവേ, പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു വന്നുപോയി. അപ്പം അതിൻ്റെ ബാക്കി പറയണ്ടേ? ബൈ എന്താ പൊറോട്ട അല്ലേ? ആ പൊറോട്ടക്കാരനെ പൊക്കാൻ പറ്റുമോ എന്തോ. ഒന്ന് പോയി ഒരു പൊറോട്ട കഴിച്ച് നിർത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇവിടുത്തെ പൊറോട്ടക്കാരനെ കിട്ടുമോ? കൊഞ്ചം ഇവരെല്ലാരും ഈ കടലയുടെ കറിയാണ് കഴിക്കുന്നത്. ഈ പൊറോട്ടയിലെ കറി ഒഴിക്കുമ്പോൾ ഈ കടയുടെ പേര് തീയ മെസ് എന്നാണ്. നമ്മുടെ നാട്ടിലെ ഫുൾ പരിപ്പ്, അതിൽ പരിപ്പ് സാമ്പാർ. ഈ തീയ മെസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതേ തീയ തന്നെയാണോ? ആയിരിക്കും. ആക്ച്വലി ഇന്ന് കേരള ക്യുസീൻ എന്ന് പറഞ്ഞിട്ട് മലയാളി നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ്, മേജർ മലയാളി നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം, മൾട്ടി ക്യുസീൻ AC റെസ്റ്റോറൻറ്റ്സ് എല്ലാം സെർവ് ചെയ്യുന്നത് ഒരു ഓൾമോസ്റ്റ് 50% തീയ ക്യുസീനും 50% മാപ്പിള ക്യുസീനുമാണ്. ബേസിക്കലി കോഴിക്കോട് നിന്ന് തുടങ്ങി, കോഴിക്കോട് ആണ് ഇതിൻ്റെ ഒരു ഉത്ഭവം. കേരള മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റിൻ്റെ വളരെ പണ്ട്, ലൈക്ക് ഒരു 50 years ago, 50 കൂടുതലായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ്, ഇരുന്ന് കഴിക്കുന്ന ഭക്ഷണശാല വലുതായിട്ട് വ്യാവസായികാടിസ്ഥാനത്തിൽ. പിന്നെ അതിനെ കോപ്പി ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് ബാക്കിയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കടയിലിരുന്നിട്ട് നമ്മൾ പറഞ്ഞത് പോതും കോഫി എടുക്കാം, ടീ കോഫി ഇല്ല. അവർക്ക് അത്ഭുതം ഞാനെന്താ ഒറ്റ പൊറോട്ടയിൽ നിർത്തുന്നതെന്ന്. നമ്മൾ മലയാളിയുടെ റേസിസത്തിനെ കുറിച്ചിട്ടാണല്ലോ സംസാരിച്ചത്. ജാതി, മതം, ദേശം, വർഗം ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള റേസിസം ഉണ്ട് മലയാളിക്ക്. എന്നോട് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന, ജോലി ചെയ്തിട്ട് സെറ്റിലാവാൻ പോകുന്ന ആൾക്കാരൊക്കെ ഞാൻ ഒരു പൊറോട്ട മാത്രം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അവർക്ക് എന്തോ വിഷമം. ഇങ്ങനത്തെയൊക്കെ ജോലിക്കാരുണ്ടെങ്കിൽ, ജോലിക്കാരിയാണോ കടയുടെ ഓണറാണോ എനിക്കറിയില്ല, ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ വേണം. അപ്പോഴാണ് ഒരു ലൈവ്ലി ആവുക ഈ സംഭവം. അല്ലാതെ ഒരു കസ്റ്റമർ വരുന്നു, വായിൽ പറഞ്ഞു കൊടുക്കുന്നു, പണ്ടാരടങ്ങാൻ പുല്ല് വന്നല്ലോ, ഇനിയിപ്പം പണിയെടുക്കണ്ടേ എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റാഫുണ്ട് റെസ്റ്റോറൻറ്റുകളിൽ. എനിവേ, മലയാളിയുടെ റേസിസം പുറത്തേക്ക്, വിദേശത്തേക്ക്, നോർത്ത് ഇന്ത്യയിലേക്കായാലും വിദേശത്തേക്കായാലും, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അമേരിക്ക ഒക്കെ ജോലി കിട്ടിയിട്ടോ പഠിക്കാനൊക്കെ പോകുന്ന പിള്ളേർ ഒന്ന് ചോദിക്കും, ചേട്ടൻ ഇവിടെയൊക്കെ താമസിച്ചിട്ടില്ലേ, കുറേ കാലം ജീവിച്ചിട്ടില്ലേ, പോയിട്ടില്ലേ, ഇവിടെയൊക്കെ ഭയങ്കര റേസിസമാണോ? ഞാൻ അവരോട് സ്റ്റാൻഡേർഡായിട്ടൊരു കാര്യം പറയാറുള്ളൂ. മലയാളി കേരളത്തിൽ കാണിക്കുന്ന റേസിസം പോലെ, കേരളത്തിലെന്നല്ല മലയാളി എവിടെ പോയാലും കാണിക്കുന്ന റേസിസം പോലെ ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ പൊതുവെ അങ്ങനെ എന്നോട് കാണിച്ചതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. കാണിക്കുന്നുണ്ടാവുമായിരിക്കും, എൻ്റെ അനുഭവത്തിലില്ല. തൂവൽ സ്പർശത്തിൽ ഇന്നസെൻ്റ് പറയുന്ന പോലെ മലയാളീസ് ഡേറ്റി ഫെലോസാണ് ഞാനടക്കം. അതായത് മൊണോക്കോനെ പറ്റി പറയും, സൗത്ത് ഓഫ് ഫ്രാൻസ്. അവിടെ റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനുണ്ടാവില്ല ഒരിക്കലും. കാരണം അവിടെ എത്ര റിച്ച് ആയിട്ടുള്ള, എത്ര വലിയ യാട്ടും കൊണ്ട്, എത്രയും വലിയ സൂപ്പർ കാറിൽ ഒരാൾ വന്നാലും നെക്സ്റ്റ് ടൈം മേ ബി 1 മണിക്കൂർ കഴിഞ്ഞ്, അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ
അതിലും വലിയ യാട്ടും കൊണ്ട് അതിലും വലിയ സൂപ്പർ കാറും കൊണ്ട് അടുത്ത ആൾ വരും. അതുപോലെ ഇവിടുത്തെ റേസിസം എന്ന് പറയുന്നത് പല 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 ലെയറിൽ, പല ലെവലിൽ, പല രീതിയിൽ നമുക്ക് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളോട് ചേർന്ന് കിടക്കുന്നൊരു സാധനം. ഒരു ഉദാഹരണത്തിന് VKൻ്റെ ഒരു കഥയെ പറയുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് നായരാവലാണ്. ക്ലാസ് സിസ്റ്റത്തിൽ 4 എണ്ണമാണല്ലോ ഇന്ത്യയിലുള്ളത്. അപ്പം അതിൽ 4ാമത്തെ ക്ലാസ്സിലുള്ള ആളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 3ാമത്തെ ക്ലാസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ 3ാമത്തെ ക്ലാസ്സിലുള്ള ആൾ 4ാമത്തെ ക്ലാസ്സിലുള്ള ആളോട് ഷോ കാണിക്കും. ഞാൻ നിങ്ങളെക്കാളും മുകളിലാണ്. പക്ഷേ ക്ഷത്രിയം വരുന്ന സമയത്ത് അവനിങ്ങനെ തൊഴുതു മാറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു അടിമത്ത വിധേയത്വ മനോഭാവം ഈ മനുഷ്യനുണ്ട്. പക്ഷേ ഈ 4ാമത്തെ ക്ലാസ്സിലുള്ള ശൂദ്രൻ എന്ന് പറയുന്ന ആളോട് ഭീകരമായിട്ടുള്ള നീ എൻ്റെ താഴെയാണ്, അയ്യേ മറിയിക്ക്, ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അത് രണ്ടും ഒരേ സമയത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഹിപ്പോക്രസി അല്ലേ? മനുഷ്യനെ തുല്യനായിട്ട് കാണുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ശരിയാണ്, വർത്തമാനത്തിൽ ഉണ്ടാക്കാന്നല്ലാതെ നടക്കുന്ന കാര്യമല്ല. പക്ഷേ തുല്യനായിട്ട് കണ്ടില്ലെങ്കിലും വേണ്ട, ഉള്ളിൽ അത് ഉണ്ടെങ്കിൽ പോലും പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തില്ല. പണ്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വിഡ്ഢിയാവുക, ബുദ്ധിയില്ലാതാവുക എന്ന് പറയുന്നൊരു തെറ്റല്ല, പക്ഷേ അത് മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാതിരിക്കാനുള്ള ബോധമെങ്കിലും വേണം. താങ്ക്സ്. ഓംലെറ്റിന് കുറുമയോ? ഒയ്യോ, ഓംലെറ്റും കുറുമയും കൂട്ടി കഴിക്കാനാണ് അവർ പറയുന്നത്. ഓംലെറ്റ് മാത്രമായിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കുറുമയുടെ കൂടെ കഴിക്കാൻ നമ്മൾ തമിഴ്നാട്ടിലുള്ളത്. ഇവിടുത്തെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഭീകരമാണ്. 100 300 എത്രയുണ്ട് ഇവിടെ. ഇവൻ കൊലപാതകങ്ങൾ വരെ നടക്കാറുണ്ട്, ജാതിക്കൊല. കേരളത്തിലും മലപ്പുഴയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. നമ്മൾ ഇന്ത്യക്കാർ പുറത്തു പോയിട്ട് പറയും ഇംഗ്ലീഷുകാർ ഭയങ്കര റേസിസ്റ്റുകളാണ്, ഓസ്ട്രേലിയക്കാർ റേസിസ്റ്റുകളാണ്. പക്ഷെ നമ്മളോട് നമ്മുടെ നാട്ടിലെന്താ കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇന്നസെന്റ് പറഞ്ഞ കറക്റ്റാണ്. മലയാളീസ് ഡർട്ടി ഫെലോസ് ആണ്. അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിക്ക് എന്നെ നമ്പർ കൊടുത്തു. എന്നിട്ട് പൊറോട്ടക്കാരൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിളിക്കുമായിരിക്കും. പ്രതീക്ഷയാണല്ലോ ജീവിതം. ഓൺവേർഡ്സ് സേലത്തിനടുത്താണ്. ഈ കടയുടെ പേര് അയ്യർ മെസ് എന്നാണ്. മറ്റേത് തീയ മെസ്, ഇത് അയ്യർ മെസ്. പക്ഷെ കണ്ടിട്ട് കയറാൻ തോന്നുന്നില്ല. അത് ഒരു അയ്യർ ഹോട്ടലാണ്. അവിടുത്തെ വൃത്തി പരമ കമ്മിയാണ്. ക്രൂഡ് ഓയിലെങ്ങാനുമാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അല്ല, ഒരു കണക്കിന് അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. 20 രൂപയ്ക്കാണ് പൊറോട്ടയും 3 ചട്നിയും കുറുമയും ഒക്കെ കൊടുക്കുന്നത്. പൊറോട്ട കഴിയുക ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അവിടെ ഇടുന്ന ആ പൊറോട്ട വെക്കാനിടുന്ന ഇലക്കുണ്ട് 4 രൂപ എങ്ങാനോ, 4 രൂപ 5 രൂപയോ. എങ്ങനെ 20 രൂപയ്ക്ക് കൊടുക്കാനാ? അപ്പോൾ പിന്നെ കൃത്രിമം കാണിച്ചല്ലേ പറ്റൂ. കോഴിക്കോട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കോഴിക്കോടാണ് ഭക്ഷണത്തിന് ഏറ്റവും വില കുറവ്. ഇന്ത്യയിൽ തന്നെ സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോടായിരിക്കും ഏറ്റവും വില കുറവ്. കോഴിക്കോട് വളരെ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫുഡ് ഹൈജീൻ്റെ കാര്യത്തിലാണ് കോംപ്രമൈസ് ചെയ്യുന്നതാണ് കോഴിക്കോടെ സുഹൃത്തുക്കൾ പറയുന്നത്. ഭയങ്കര കുഴപ്പമായിട്ടുണ്ടെന്ന്. കാരണം വില കൂട്ടാൻ പൊതുവെ നാട്ടുകാർ സമ്മതിക്കില്ല. അപ്പോൾ പ്രശ്നം, 1 ലിറ്റർ വെളിച്ചെണ്ണക്ക് 300 രൂപ കൂടുതലാണ് റീറ്റെയിൽ പ്രൈസ്. പ്രോപ്പർ വെളിച്ചെണ്ണ, അല്ലാണ്ട് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് വിൽക്കുന്ന എന്തോ സാധനമല്ല. ഞങ്ങൾ ഹോൾസെയിൽ വാങ്ങുന്നതിന് 250 രൂപയ്ക്കാണ്. ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഈ വിലയ്ക്ക് കൊടുക്കുക? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ സർക്കംസ്റ്റാൻസസ്. നമുക്ക് അടുത്ത അയ്യരെ പിടിക്കാം. ഈ അയ്യരെ പറ്റിയൊരു കഥയിട്ട് എന്താണെന്ന് വെച്ചാൽ അതും ജാതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. 1000 ബ്രാഹ്മണന്മാർ മരിച്ചാലാണ് ഒരു അയ്യരുണ്ടാവുക. അത്ര ആത്മാക്കൾ വേണം ഒരു അയ്യരുടെ ആത്മാവിനെ ക്രോഡീകരിക്കാൻ. അതിൽ അങ്ങനെ ഒരു അയ്യരുണ്ടായി. അങ്ങനത്തെ 1 ലക്ഷം അയ്യരുമാർ മരിച്ചാലാണ്
ഒരു അയ്യങ്കാരുണ്ടാവുക. ബേസിക്കലി പണ്ട് അവരുടെ കയ്യിലായിരുന്നു വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം അവരെ സംഭവമാക്കിയിട്ട് ഇങ്ങനത്തെ കഥകൾ ഉണ്ടാക്കുന്നു, എഴുതുന്നു, നമ്മൾ സുപ്പീരിയറാന്ന് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വേട്ടക്കാരൻ മനുഷ്യനും വേട്ടയാടപ്പെടുന്ന സിംഹവും പുലിയായതുകൊണ്ട് മനുഷ്യൻ അവനവനെ ഹീറോ ആക്കിയിട്ട് എന്ത് വേണമെങ്കിൽ എഴുതാമല്ലോ. കാട്ടിലെ സിംഹത്തിനെ എത്ര അടി കിട്ടിയെന്നുള്ള മനുഷ്യനെ എഴുതൂലല്ലോ. ഞാൻ ഹീറോ ആണെന്നല്ലേ എഴുതുള്ളൂ. സിംഹത്തിനെ എഴുത്തുമ്പോൾ അതിനെ അറിയാത്തിടത്തോളം മനുഷ്യനെന്ത് പിടിക്കാൻ? ക്ലാസ് സിസ്റ്റം ഇല്ലാതാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് എഡ്യൂക്കേഷനാണ്. അതുപോലെ അക്ഷരം പോലെ പവർഫുൾ ആയിട്ടുള്ളൊരു സാധനം വേറെയില്ല. നല്ല വിദ്യാഭ്യാസമുള്ള നന്നായിട്ട് അക്ഷരം ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് അങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി പോലും വരില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ അയാളുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവും. വളരെ കുറച്ച് സംസാരിച്ചാലും അയാളുടെ വാക്കുകൾക്ക് ഭീകര മൂർച്ചയുണ്ടാവും. അതില്ലാതെ എന്നുവെച്ചാൽ സ്കൂളിൽ പോയിട്ട് അവൻ്റെ പരീക്ഷ പാസ്സാകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കഥയല്ല പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ ഇന്നസെൻ്റ് വരെ സ്കൂളിൽ പോയി പഠിച്ച് സംസ്കാരവും വിദ്യാഭ്യാസവും ലോകപരിചയം ഉണ്ടാക്കിയവരല്ല. വേണം. ഇന്നത്തെ കാലത്ത് വന്നൊന്ന് കോമൺ സെൻസ് തീരെ കാണാൻ കിട്ടാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട്. അതൊക്കെ ആർജിക്കണം. പിന്നെ പുസ്തകം വായിക്കുന്നതിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങളിൽ 90% കൂടുതലും ഞാൻ കണ്ടെടുത്തോളം ചവറുകളാണ്. ചവർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. ഈവൻ എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റേഴ്സിൻ്റെ തന്നെ പ്രൈം എക്സാമ്പിൾ പൗലോ കൊയ്ലോ ആണ്, അക്രോസ് ദ വേൾഡ് പറഞ്ഞാൽ. അങ്ങനെ ആൽക്കമിസ്റ്റ് ഭയങ്കര സംഭവമാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയുള്ള പുസ്തകങ്ങൾ കാണണം. ഇപ്പം ചവറ് വായിച്ചു കഴിഞ്ഞാൽ സംസ്കാരവും അറിവും വിജ്ഞാനവും വർദ്ധിക്കുകയല്ല ചെയ്യുക, ഉള്ളത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ വായിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇതല്ലേ അടുത്ത അയ്യര്? ഇയാൾ ഏതൊക്കെ ബ്രാഹ്മണന്മാർ ചത്തിട്ടുണ്ടായതാണോ? ഇതും പൊറോട്ട ഓൺലിയാണ്. ആവൂല. പക്ഷെ മറ്റേ അയ്യര് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്നല്ലേ. അവിടെ കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ആരുമില്ല. നടക്കൂല. ആവൂല, പൊറോട്ട കഴിക്കാൻ പറ്റൂല. പോവാം.